ഡപ്പാങ്കത്തും കളിച്ചിട്ടാണ് ചേട്ടാ. എന്റെ പൊന്നണ്ണ, അണ്ണ പറഞ്ഞല്ലോ പ്രസവം എന്ന് പറഞ്ഞാൽ വളരെ എൻജോയ് ചെയ്യേണ്ട കാര്യമാണെന്ന്. അതെ, ഈ പ്രാണം പോണ വേദനയിൽ ഞങ്ങൾ ലേബർ റൂമിൽ കയറിയിട്ട് അതിനകത്ത് പാട്ടും പാടി ഡപ്പാങ്കത്തും കളിച്ചിട്ടാണ് ചേട്ടാ പ്രസവിക്കുന്നത്. പോരാത്തതിന് വളരെയധികം എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് അതിനകത്ത് പൊറോട്ടയും ബീഫും പ്രത്യേകമായി തരുന്നുണ്ട്. പിന്നെ ന്യായീകരണത്തിന്റെ ഭാഗമായിട്ടാണ് പറയണത് കേട്ടല്ലോ. അണ്ണൻ ഏതോ അമേരിക്കൻ മരുന്ന് കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാന്ന്. അതെന്താ മരുന്ന് കമ്പനി പോയിട്ട് അണ്ണൻ പറ്റാ വേദന അനുഭവിച്ച് പ്രസവിച്ച് നോക്കണോ മമ, അല്ലെങ്കിൽ മാങ്ങാണ്ടി മോറ. അപ്പോഴും നിനക്ക് ഇതിന്റെ എൻജോയ്മെന്റ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ അരി കുത്തുന്നതിന്റെ ഇടക്ക് പോയി പ്രസവിച്ച് തിരിച്ചു വന്ന ഏതെങ്കിലും അമ്മച്ചിമാര് അണ്ണനോട് ചോദിച്ചായിരുന്നു ബാക്കി അരിയും കൂടി ഞാൻ കുത്തി തട്ട മോനേന്ന്? അങ്ങനെ ആരെങ്കിലും പരിചയമെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് വിളിച്ചിട്ട് വാ. അവരോട് 2 വർത്താനം പറയാനുണ്ട്. നിങ്ങൾക്ക് തലക്ക് വല്ല അസുഖം ഉണ്ടോന്ന് ഒന്ന് ചോദിക്കാം. പിന്നെ അണ്ണന് പ്രസവിക്കുമ്പോൾ എൻജോയ്മെന്റ് അല്ല അറിയുള്ളൂ. ഈ പ്രസവം കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ വേറെ കുറെ എൻജോയ്മെന്റ് കിട്ടും. അതിനൊരു എൻജോയ്മെന്റ് ആണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയും. ഈ കുഞ്ഞൊരു പോളെ കണ്ണടക്കാതെ അവർക്ക് അറിയൂലോ. അപ്പൊ നമുക്കും ഒരു പോളെ കണ്ണടക്കാൻ പറ്റില്ല. ഒരു ദിവസം 2 ദിവസം ഒന്നും അല്ലാട്ടാ. ഈ ഞാനത് അനുഭവിച്ചത് വെറും 2 വർഷമാണ്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊന്നുപോലെ വളർത്തിയ പനങ്കുല പോലെയുള്ള നമ്മുടെ മുടി ഉണ്ടല്ലോ, അത് നമ്മളെ നോക്കി ചാച്ചാ ബൈ ബൈ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സുഖമായിരിക്കും. അതിലുള്ള മറ്റൊരു എൻജോയ്മെന്റ് ആണ് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ്. അത് കാരണം നമ്മുടെ മൂഡ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും. മാടമ്പള്ളിയിലെ ചിത്തരോഗി നമ്മളാണോ എന്ന് ചില നിമിഷങ്ങളിൽ നമുക്ക് വല്ലാതെ അങ്ങോട്ട് തോന്നും. പറച്ചോനെ, ഈ പണ്ടാരക്കാലൊക്കെ തോറ്റ് തുന്നം പാടി കണ്ടാ മതി. എന്നിട്ട് വേണം എനിക്കവിടെ പറക്കാൻ പഠിക്കാൻ. ഇല്ലെങ്കിൽ വേണ്ട, നാട്ടി പഠിക്കാലോ. ഓടാ, നിന്നത്തെ പഞ്ചായത്തിൽ പോലും കണ്ടുപോരുത്. വിട്ടോ നീ.